ഹലോ കൂട്ടുകാരെ, ഫിഷ് ഹണ്ടർ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ തുടർച്ചയാണ്. അതായത് മത്സ്യകൃഷിയിൽ മിക്കവരും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യത്തെ പാർട്ട് കാണാൻ ശ്രമിക്കുക. അതിലേക്കുള്ള ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി നിങ്ങൾ കാണുക. ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെള്ളത്തിൻ്റെ pH ലെവൽ രാവിലെ താഴുകയും വൈകുന്നേരം വളരെ കൂടുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം? അതുകൂടാതെ തന്നെ കുമ്മായത്തിൻ്റെ ഉപയോഗത്തിന് ചില ഗുണങ്ങൾ എന്തൊക്കെയാണ്? വെള്ളത്തിൽ കുമ്മായം പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ഗുണമാണ് ഉള്ളത്? അതുകൂടാതെ വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം തുടങ്ങിയ ചില കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മീൻ കൃഷിയിലേക്ക് വരുന്ന കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന വിവരങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ലഭിക്കും. കൂട്ടുകാരെ, നമ്മളിപ്പോൾ മത്സ്യക്കുളത്തിലെ വെള്ളവും കിണർ വെള്ളവും ഇവിടെ എടുത്ത് ബക്കറ്റിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് മത്സ്യക്കുളത്തിലെ വെള്ളം. പച്ച കലർന്ന ഇളം മഞ്ഞ കളറുള്ള ഈ വെള്ളം, ഇത് കിണർ വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഈ മത്സ്യക്കുളത്തിലെ വെള്ളത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ അത് 2 ഗ്ലാസുകളിലെടുത്ത് പരിശോധിക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ തക്കണം കഴിയുന്നുണ്ടാവും. എൻ്റെ വലതേ കയ്യിലിരിക്കുന്നതാണ് മത്സ്യക്കുളത്തിലെ വെള്ളം. അതിന് ഒരു ഇളം പച്ച കളറാണ്, മഞ്ഞ കളർന്ന ഇളം പച്ച കളർ. ഇത് കിണറിലെ വെള്ളമാണ്, പ്യൂറായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന വെള്ളം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പച്ച കളർ ഈ വെള്ളത്തിന് വന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ഈ വെള്ളത്തിൽ സസ്യപ്ലവങ്ങൾ, ഫൈറ്റോപ്ലാന്റേൻ ഇതിനകത്തുണ്ട്. അതായത് പച്ചപ്പായൽ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള സസ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മമായിട്ടുള്ള സസ്യങ്ങളാണ് ഈ വെള്ളത്തിന് പച്ച കളർ കൊടുക്കുന്നത്. അതുകൂടാതെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളും ഇതിലുണ്ട്. ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ നമുക്കിതിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ജന്തുക്കളെയും അതോടൊപ്പം തന്നെ സസ്യങ്ങളെയും വേർതിരിച്ചറിയാൻ തക്കണം സാധിക്കും. ഇതെല്ലാം ഒരു കുളത്തിൽ ആവശ്യമാണ്. മീനിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ അനേക ആളുകളും തിരിച്ചറിയുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളും പായലുകളും മത്സ്യങ്ങളിൽ ആഹാരമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ളൊരു വെള്ളം മീനിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അതായത് പായൽ കലർന്നിട്ടുള്ളതും സൂക്ഷ്മജീവികൾ അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ളൊരു വെള്ളം മത്സ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പായലിൻ്റെ അളവ് അനിയന്ത്രിതമായി വെള്ളത്തിൽ കൂടിയാൽ അത് മത്സ്യങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവും. അതെങ്ങനെ, എന്തുകൊണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രകാശ സംശ്ലേഷണം എന്നൊരു പ്രക്രിയ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. എല്ലാ സസ്യജാലങ്ങളും പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസിന്തസിസിലൂടെ എന്താണ് ചെയ്യപ്പെടുന്നതെന്ന് സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ വെളിയിൽ വിടുകയും ചെയ്യും. വെള്ളത്തിലും ഇതേ പ്രക്രിയ നടക്കുന്നുണ്ട്. വെള്ളത്തിലുള്ള സൂക്ഷ്മ പച്ചപ്ലവങ്ങൾ വെള്ളത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ പ്രക്രിയ കുളത്തിൽ നടക്കുന്നതിനാൽ രാവിലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് അതിൻ്റെ പരകോടിയിലെത്തുന്നതിലൂടെ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് നന്നായി കൂടും. അതുകൊണ്ടാണ് വൈകുന്നേര സമയങ്ങളിൽ അതിൻ്റെ pH ലെവൽ രാവിലത്തെ അപേക്ഷിച്ച് കൂടുതൽ കൂടുന്നതിൻ്റെ കാരണം. എന്നാൽ രാത്രി കാലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ വെള്ളത്തിൽ നടക്കാതിരിക്കുന്നതിനാൽ വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അതായത് മത്സ്യങ്ങൾ ശ്വസിക്കുന്നതിലൂടെയും മറ്റ് സൂക്ഷ്മ ജന്തുക്കൾ വെള്ളത്തിലെ
ഓക്സിജൻ ശ്വസിക്കുന്നതിലൂടെയും വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് രാവിലെ ആകുമ്പോഴേക്കും അത് താഴ്ന്നു പോകുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ രാവിലെ നമ്മൾ pH നോക്കുമ്പോൾ pH ലെവൽ താഴ്ന്നിരിക്കുകയും എന്നാൽ വൈകുന്നേരം pH ലെവൽ കൂടുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. എന്നാൽ നമുക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയും? ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മത്സ്യക്കുളത്തിൽ പ്രാണവായുവിൻ്റെ അളവ് ഇത് രാവിലെ സമയമാണ് വളരെ കുറഞ്ഞിരിക്കുന്നതിനാൽ ഈ മത്സ്യങ്ങൾ ജലോപരിതലത്തിൽ വന്ന് അന്തരീക്ഷ വായു ശ്വസിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നടക്കുന്ന പ്രധാന കാരണം രാത്രിയിൽ മുഴുവനായിട്ട് ഈ മത്സ്യങ്ങൾ അതോടൊപ്പം തന്നെ ഇതിലുള്ള സൂക്ഷ്മ ജന്തുക്കളും ഇതിലെ ഓക്സിജൻ സ്വീകരിച്ചതിനാൽ അതിൻ്റെ അളവ് താഴ്ന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. ഇനി ഒരു 8 മണി 9 മണി അല്ലെങ്കിൽ 10 മണിയോടുകൂടി ഈ മത്സ്യങ്ങളെല്ലാം താഴ്ന്നു പോകും. അപ്പോഴേക്കും ഈ വെള്ളത്തിനുള്ളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിനാൽ ഓക്സിജൻ്റെ അളവ് ക്രമേണ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്ന മുഖ്യമായ ഘടകം പച്ചപ്പായലിൻ്റെ അനിയന്ത്രിതമായ വളർച്ചയാണ്. അപ്പോൾ ഈ വളർച്ചയെ നിയന്ത്രിക്കാൻ തക്കൊണ്ട് എങ്ങനെ സാധിക്കും? കുമ്മായത്തിൻ്റെ ഒരു ഉചിതമായ ഉപയോഗത്തിലൂടെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ തക്കണം കഴിയും. എന്നാൽ മത്സ്യങ്ങൾക്ക് ഹാനികരമാകുന്ന വിധത്തിൽ കുമ്മായം പ്രയോഗിക്കരുത്. ഒരു നിയന്ത്രിതമായ അളവിൽ കുമ്മായം പ്രയോഗിക്കുന്നതിലൂടെ നമുക്കതിനെ നിയന്ത്രിക്കാൻ തക്കണം കഴിയും. അതുകൂടാതെ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമുക്കതിനെ പച്ചപ്പായലിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കാൻ തക്കണം കഴിയും. അതായത് ഉചിതമായ ചില ഷെയ്ഡ് കൊടുക്കുന്നതിലൂടെ അനിയന്ത്രിതമായ വളർച്ചയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ഈ വിധത്തിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് മത്സ്യക്കുളത്തിലെ ഓക്സിജൻ്റെ അളവ് ഒരു പരിധി വരെയും നിയന്ത്രിച്ച് നിർത്താൻ തക്കണം സാധിക്കും. അതല്ലെങ്കിൽ പച്ചപ്പായലിൻ്റെ അമിതമായ വളർച്ചയെ നിയന്ത്രിക്കാൻ തക്കണം സാധിക്കും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതായത് ഉൽപ്പാദനക്ഷമത മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് അല്ലെങ്കിൽ ഒരു കർഷകനത് എങ്ങനെ തിരിച്ചറിയാൻ തക്കണം സാധിക്കും, അതിൻ്റെ ഉൽപ്പാദനക്ഷമത എങ്ങനെയുണ്ട് എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ തക്കണം ചില വളപ്രയോഗങ്ങളിലൂടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ തക്കണം സാധിക്കും. എന്നാൽ വെള്ളത്തിൻ്റെ കളർ കണ്ട് ഏതെങ്കിലും വിധത്തിൽ നമുക്കത് തിരിച്ചറിയാൻ തക്കണം കഴിയുമോ? ഉചിതമായ മത്സ്യങ്ങൾക്ക് വളരാൻ കഴിയുന്ന ഒരു വെള്ളമാണോ ഇത് എന്ന് മറ്റ് പരീക്ഷണങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതെങ്കിലും വിധങ്ങളുണ്ടോ? ഉണ്ട്. വെള്ളത്തിൻ്റെ കളർ മഞ്ഞ കലർന്ന ഇളം പച്ച കളറായിരിക്കണം. അതതിൻ്റെ ഒരു സവിശേഷതയാണ്. അതിലൂടെ തിരിച്ചറിയാൻ തരണം കഴിയും. എന്നാൽ അതെങ്ങനെ നമുക്കത് ഉചിതമായ ഒരു അളവിൽ പച്ചപ്പായൽ ഉണ്ട് എന്ന് നമുക്കെങ്ങനെ ഉറപ്പുവരുത്താൻ തക്കണം കഴിയും? ഇപ്പോൾ അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു വിധമുണ്ട്. അതായത് നമ്മളുടെ കൈപ്പത്തി ഇങ്ങനെ ഉൾവശം നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ വെള്ളത്തിലേക്ക് ആഴ്ത്തുക. ഉദാഹരണത്തിന് നമ്മളുടെ കുളത്തിലെ വെള്ളത്തിലേക്ക് നമ്മുടെ കൈപ്പത്തി ഇങ്ങനെ താഴ്ത്തി വിടുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഏകദേശം ഈ ഒരു അളവിൽ വരെ നമ്മൾ കൈപ്പത്തി താഴ്ത്തുക. അപ്പോൾ നമുക്ക് നമ്മളുടെ കൈപ്പത്തി ദൃശ്യമാണ് എങ്കിൽ അത് ഉചിതമായൊരു കളറായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ തക്കണം സാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ ഈ കുളത്തിൽ നിന്നെടുത്ത വെള്ളത്തിലേക്ക് ഒന്ന് നോക്കാം. ആ വെള്ളത്തിൽ പച്ച കളറുണ്ട്. എന്നാൽ അത് എത്രത്തോളം പ്രൊഡക്ടിവിറ്റി അതിലുണ്ട് എന്നും പരിശോധിക്കാൻ നിൽക്കണം. നമുക്കിപ്പോൾ ഒന്ന് പരിശോധിക്കാം. അഥവാ ഇങ്ങനെ കൈപ്പത്തി നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ ഇങ്ങനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുക. ഇതുണ്ടോ? അപ്പോൾ ഇങ്ങനെ താഴ്ത്തുമ്പോൾ ഞാൻ ഈ വെള്ളത്തിൻ്റെ തട്ടിലേക്ക്, ഈ ബക്കറ്റിൻ്റെ അടിത്തട്ടിലേക്ക് കൈ താഴ്ത്തി. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൈപ്പത്തി കാണാൻ തക്കണം കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ പച്ചിപ്പ് അല്ലെങ്കിൽ പച്ചപ്പായലിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ കൈ ഇങ്ങനെ താഴ്ത്തുമ്പോൾ ഈ കൈ മുട്ടോളം നമ്മൾ കൈ അടിയിലേക്ക് താഴ്ത്തണം. അപ്പോൾ ഇതാണ് ലെവൽ. ഏതാണ്ട് ഈ ഒരു ലെവൽ ഇങ്ങനെ ഈ അളവിൽ നമ്മൾ താഴ്ത്തണം. അപ്പോൾ നമുക്ക് കൈപ്പത്തി ദൃശ്യമാണ് എങ്കിൽ അത് ഉചിതമായിട്ടൊരു കളറായിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ തക്കണം കഴിയും. അതാണ് ഒരു വിധം, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിധം അതാണ്. ഇനി വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി തീരെ കുറവാണെങ്കിൽ, അതായത് പച്ചിപ്പ് കുറവാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ തക്കണം കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് പല രീതികളുണ്ട്. ചാണകം പ്രയോഗിക്കാൻ കഴിയും, പന്നിവളം അല്ലെങ്കിൽ കോഴിവളം, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ തക്കണം കഴിയും. അതുകൊണ്ട് മൺകുളത്തിൽ 1 ഏക്കറിന് ഏകദേശം ചാണകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 500 കിലോ ചാണകം നമുക്ക് 3 പ്രാവശ്യമായിട്ട് പ്രയോഗിക്കാൻ തക്കണം കഴിയും. കോഴിവളമാണെങ്കിൽ ഏകദേശം ഒരു 200 കിലോ പ്രയോഗിക്കാം. അതിനുശേഷം ഏകദേശം ഒരു മാസത്തിന് ശേഷം നമുക്ക് ചില രാസവള പ്രയോഗങ്ങളും നടത്താൻ തക്കണം കഴിയും. അതായത് യൂറിയ 1 ഏക്കറിന് 10 കിലോയും ഫോസ്ഫേറ്റ് വളങ്ങൾ 1 ഏക്കറിന് 20 കിലോയും നമുക്ക് വെള്ളത്തിൽ പ്രയോഗിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ
പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ പച്ച സസ്യങ്ങൾക്ക് വളരാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അതിലുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റ് സൂക്ഷ്മ ജലജന്തുക്കളും അതിലുണ്ടാകാൻ തക്കവണ്ണം കാരണമാകും. അത് മത്സ്യങ്ങൾക്ക് നല്ല ഭക്ഷണമായിരിക്കും. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം അനേകം കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു മുഖ്യമായ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യും. അതായത് വെള്ളത്തിൽ അമോണിയയുടെ അളവ് വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും മത്സ്യകൃഷി സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് എന്താണ് വളരെ ലളിതമായിട്ടുള്ളൊരു പരിഹാരം എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക.